സ്റ്റോറി ശീതൽ കൃഷ്ണ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഭാര്യ: കൺഗ്രാറ്റ്സ്. അഭി പുഞ്ചിരിയോടെ അവന് നേരെ കൈനീട്ടി. അജയൻ്റെ മുഖം വിവരണമായി. ആ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. ഞാനിത്ര പെട്ടെന്ന് ഇറങ്ങുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സ്വാഭാവികം. ഏതായാലും ഇനി ഇവിടെയൊക്കെ തന്നെ കാണും. അഭി അരികിൽ നിൽക്കുന്ന അനുവിനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അജയൻ മുഷ്ടികൾ മുറുക്കി കണ്ണുകൾ അമർത്തിപ്പിടിച്ചു. പലതും ഓർമ്മ വരുന്നു. പക്ഷേ ഇനിയും അവൻ അവിടെ നിന്ന് താൻ വലുതും ചെയ്തു പോകുമെന്ന് തോന്നി. അത് മനസ്സിലായി എന്ന പോലെ അനു അവൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ഒടുവിൽ അനുവിൻ്റെ കൈകൾ പിടിച്ചു മാറ്റി അജയൻ മുന്നിലേക്ക് ചെന്നു. അഭി അവനെ തന്നെ നോക്കുകയാണ്. ഒരടി അവനും പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. നീ എവിടെ വേണമെങ്കിലും നടന്നു, പക്ഷേ എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ കൺവെട്ടത്തെങ്ങാൻ കണ്ട. അജയൻ താക്കീത് പോലെ അഭിക്ക് നേരെ വിരൽ ചൂണ്ടി. അഭിയുടെ മുഖത്ത് അപ്പോഴും പുച്ഛമാണ്. അഭി അതേ പുച്ഛത്തോടെ ചോദിച്ചു, വെട്ടിയരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. അജയൻ്റെ കണ്ണുകളിലെ ചുവന്ന ഞരമ്പുകൾ ഒരു നിമിഷം അഭിയെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ അവനത് കാര്യമാക്കാതെ പുഞ്ചിരിയോടെ തന്നെ അജയനെ നോക്കി. നമുക്ക് കാണാം. കാണണം. അഭി ഒരിക്കൽ കൂടെ അനുവിനെ ഒന്ന് പാളി നോക്കി. അജയൻ്റെ പുരികം ചുളിഞ്ഞു. കാണരുത്. അവൻ ശബ്ദം താഴ്ത്തി അഭിയെ നോക്കി പറഞ്ഞു. പക്ഷേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അഭി തിരിഞ്ഞു നടന്ന് ബൈക്കെടുത്ത് പോയി. ആ വന്നല്ലോ അവന്മാര്. അഭി തിരിച്ചു പോയപ്പോഴാണ് മനോജിന് ശ്വാസം നേരെ വീണത്. അപ്പോഴേക്കും കാർ എടുക്കാൻ പോയ മനോജിൻ്റെ കൂട്ടുകാർ ഗേറ്റിൻ്റെ ഓരത്ത് കാറ് നിർത്തി. മനോജ് അവരെ കാറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. കാറിലെ പിൻസീറ്റിൽ അജയനും അനുവും മീനുവും കയറി. മുൻപിൽ അമ്മയും. ഡ്രൈവ് ചെയ്യുന്നത് മനോജാണ്. അവൻ്റെ കൂട്ടുകാർ ബൈക്കിൽ പിന്നാലെ വരുന്നുണ്ട്. കാറിലുടനീളം അനു അജയനെ നോക്കുമ്പോഴൊക്കെ അജയൻ മറ്റെന്തോ ആലോചനയിലാണ്. ആ പരനാറിക്ക് വരാൻ കണ്ട നേരം. അനു പിറുപിറുത്തു. അത് അജയൻ കേൾക്കുകയും ചെയ്തു. അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഇടം കണ്ണാൽ നോക്കുമ്പോൾ മീന് പുറത്തെ കാഴ്ചകൾ നോക്കിയിരിപ്പാണ്. അനുവിൻ്റെ കൈത്തണ്ടയിൽ പതിയെ നുള്ളി അജയൻ. അവൾ ഞെട്ടലോടെ നോക്കുമ്പോൾ അജയൻ ചുണ്ട് കൂർപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു. അനു പകപ്പോടെ എല്ലാവരെയും നോക്കുകയാണ്. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവനെ നോക്കി തിരിച്ചു ഉമ്മ എന്ന് ചുണ്ടനക്കി. എന്നിട്ട് നല്ല കുട്ടിയായി മുൻപിലേക്ക് നോക്കിയിരുന്നു. എല്ലാം മുൻപിലെ മിററിലൂടെ കണ്ടിരുന്ന മനോജിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ആ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. വല്ലാണ്ടങ്ങ് മധുരം കൊടുക്കണ്ടമ്മേ, അല്ലേലെ ഇച്ചിരി ഷുഗർ ലെവൽ കൂടുതലാ. വീട്ടിലേക്ക് നിലവിളക്കം കൊണ്ട് കയറി ചെന്ന് ഇരുവരെയും സോഫയിൽ ഇരുത്തി അമ്മ. പാലും തേനും പഞ്ചസാരയും ചേർത്ത് വെള്ളിത്തളികയിൽ വെച്ച് കരണ്ടിയിൽ കോരി അനുവിന് ആദ്യം കൊടുത്തു അമ്മ. പിന്നീട് അജയന് നേരെ നീട്ടിയപ്പോഴാണ് അനു കമൻ്റ് അടിച്ചത്. അജയൻ്റെ കണ്ണുകൾ അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. അവളുടെ പറച്ചിൽ കേട്ടതും വീട്ടിൽ ഒരു കൂട്ടച്ചിരിയാണ്. ഇനി എന്താ അടുത്ത പ്ലാൻ? അവിടെ വീട്ടിലോട്ടോ അതോ ഇവിടെ തന്നെയോ? ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കാം. നാളെയല്ലേ, അത് അപ്പോൾ തീരുമാനിക്കാം. അമ്മ അധികാരത്തോടെ പറയുന്നത് കേൾക്കെ അനു അജയൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ആ മുഖത്ത് പുഞ്ചിരി കണ്ടതും അവൾക്ക് സന്തോഷം തോന്നി. പകല് മുഴുവൻ അമ്മയുടെയും മീനുവിൻ്റെയും കൂടെ തിരിഞ്ഞു കളിച്ച് നടന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ തൊട്ട് അനുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പിടപ്പ്. എന്താടി ഒരു വെപ്രാളം? മീന് നോക്കുമ്പോൾ വാതിക്കൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നവളെയാണ് കാണുന്നത്. മീന് നേരെ ചെന്ന് അവളുടെ തോളിൽ ഒരു തട്ട് വെച്ചു കൊടുത്തു. എനിക്കെന്തോ പേടിയാവുന്നുടി. അവൾ കൈവിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് പറഞ്ഞതും മീനു നീട്ടിയൊരട്ട കൊടുത്തത്. ഓ, അവളുടെ ഒരു പേടി. മീനുവിൻ്റെ ആട്ട് കേട്ടതും അനു മുഖത്ത് തെറിച്ച് തുപ്പൽ തുടച്ചു കളഞ്ഞു. പന്നി തുപ്പിത്തോപ്പിക്കുന്നോടി. അനു കയ്യിൽ പറ്റിയ തുപ്പലൊന്ന് മണത്ത് നോക്കി അളിഞ്ഞ എക്സ്പ്രഷനിൽ നിൽക്കുവാണ്. രണ്ടെണ്ണവും കൂടി കല്യാണത്തിന് മുമ്പ് തന്നെ കഴുത്തിലൊക്കെ വെറൈറ്റി പാടുവരുത്തിയതാ. എന്നിട്ടിപ്പോൾ പറയുന്ന കേട്ടില്ലേ, പേടിയാണ് പോലും. എൻ്റെ അടുത്ത് വേണ്ട മോളെ ഈ അടവ്. മീന് പറഞ്ഞപ്പോൾ നീ എന്നോട് ഇത് തന്നെ പറയുമെന്ന് എനിക്ക് അറിയാടി പട്ടി എന്നും പറഞ്ഞവൾ തിണ്ണയിൽ കയറിയിരുന്നു. അവളുടെ ഇരുത്തം കണ്ടപ്പോൾ മീനുവിന് പാവം തോന്നി. അവൾ അനുവിൻ്റെ അരികിൽ വന്നിരുന്നു. ആർ യു സീരിയസ്? മീന് പുരികം ചുളിച്ചു. സീരിയസ് ആയിട്ടും. അനു നെടുവീർപ്പെട്ടു. അജേട്ടൻ പാവാടി.
എനിക്ക് തോന്നുന്നില്ല അങ്ങേരെ ആദ്യരാത്രി തന്നെ നിന്നെ. മീനു പാതിയിൽ നിർത്തി ഒളികണ്ടിട്ട് അനുവിനെ നോക്കി. അവിടെ 2 ഉണ്ടക്കണ്ണ് ഉരുട്ടി നിൽപ്പാണ്. അതല്ലടി, ഇനി അങ്ങേര് പകരം വീട്ടുവെന്നാ അനു ആരോടുമില്ലാതെ പറഞ്ഞു. മീനു മനസ്സിലാവാതെ അവളെ ചൂഴ്ന്നു നോക്കി. എന്ത്? എനിക്ക് മനസ്സിലായില്ല. മീനു അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. അത് പിന്നെ അന്ന് ഞാനാ അങ്ങേരെ. അനു ചമ്മിയ മുഖത്തോടെ പറഞ്ഞു നിർത്തി. അനുരാധേ! മീനു ഞെട്ടലോടെ വിളിച്ചു. ഹാളിലിരിക്കുന്ന മനോജ് മീനുവിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് തലയിട്ട് നോക്കി. എന്താ മീനു? മനോജ് ഒന്നും മനസ്സിലാവാതെ 2 ആളെ നോക്കുവാണ്. ഒന്നുമില്ല മനോജേട്ടാ, ഞാൻ ചുമ്മാ. മീനു ഒരു വളിച്ച ചിരി ചിരിച്ചു. ഓ, ചെവി പൊട്ടിപ്പോവല്ലോ. മനോജ് 2 ആളെ ഒന്ന് അമർത്തി നോക്കി അകത്തേക്ക് തന്നെ പോയി. ഇനി ഇത് കിടക്കാൻ നേരം പോയി അങ്ങേരോട് ഒറ്റ നിൽക്കണ്ട കേട്ടോ. അനു തന്നെ കിളി പോയ മട്ടിൽ നോക്കുന്നവളോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മീനു അപ്പോഴും പറന്നു പോയ കിളികളെയൊക്കെ തിരിച്ചു വിളിക്കുന്ന തിരക്കിലാണ്. ഇതേ സമയം റൂമിൽ പുറത്തെ ബാൽക്കണിയിൽ നിന്ന് അജയൻ ഏതോ ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. ഗൗരവത്തോടെ അവൻ കോളെടുത്ത പാടെ വിളിച്ചു. മറുപുറത്ത് എന്തോ പറയുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് എന്തായി? അവൻ വീണ്ടും ചോദിച്ചു. അപ്പുറത്തു നിന്ന് കേട്ട മറുപടിയിൽ അജയൻ്റെ മുഖം തെളിഞ്ഞു. അവരിറങ്ങിയിട്ടുണ്ട്. അവൻ്റെ വാക്കുകളിൽ അത്രയും വെറുപ്പായിരുന്നു, പകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി, ഗൂഢമായി പുഞ്ചിരിച്ചു. ഇന്നാ മോളെ, ഈ പാൽ ഗ്ലാസ് കൂടെ കൊണ്ടുപോയിക്കോ. രാത്രി ഹാളിൽ തന്നെ ഇരിക്കുന്ന അനുവിൻ്റെ കയ്യിലേക്ക് അമ്മ നിർബന്ധിച്ച് പാല് കൊടുത്തു. അനു പരിഭ്രമത്തോടെ അമ്മയെ നോക്കുവാണ്. മോള് പേടിക്കണ്ട, പോയിക്കോ. അമ്മ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. അമ്മയുടെ മോൾക്ക് ഒരു പേടിയുമില്ല ഇല്ലേടി? മീനു നല്ല താങ്ങുന്നുണ്ട്. അത് കേൾക്കെ അനു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ചെല്ല്, നേരെ ഇപ്പോഴേ വൈകിയില്ലേ. മോളെ മീനു, നീയൊന്ന് അനുവിനെ കൊണ്ടാക്കി. അമ്മ മീനുവിനോട് പറഞ്ഞപ്പോൾ അവൾ ശരിയെന്ന മട്ടിൽ എഴുന്നേറ്റ് അനുവിനൊപ്പം പടികൾ കയറി. വാതിക്കലെത്തിയപ്പോൾ അകത്തേക്ക് കയറാൻ നിന്ന അനുവിനെ പിന്നിൽ നിന്നും മീനു വിളിച്ചു. ആ പാവം മനുഷ്യൻ്റെ പപ്പും കൂടെയെങ്കിലും ബാക്കി വച്ചേക്കണേടി. മീനുവിൻ്റെ പറച്ചിൽ കേട്ടതും അനു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഒപ്പം കാലിൽ നല്ലൊരു ചവിട്ടും വച്ചു കൊടുത്ത് അകത്തേക്ക് കയറി വാതിലടച്ചു. അഞ്ജനയാ, നീ തന്നെ അജയേട്ടനെ കാത്തോണേ. മീനു ആരോടൊന്നില്ലാതെ പറഞ്ഞു തിരിയുമ്പോഴേക്കും അവളുടെ കൈകളിൽ പിടിച്ച് ഇരുട്ടിലേക്ക് അവൻ കൊണ്ടുപോയിരുന്നു. വീട്ടു മനോജേട്ടാ, അമ്മ അപ്പുറത്തിട്ടോ. മനോജിൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്നതിനിടയിൽ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. ഓ പിന്നെ അമ്മ കാണുകയൊന്നുമില്ല. അവളെയും പൊക്കിയെടുത്ത് നേരെ ടെറസിലേക്ക് നടന്നു മനോജ്. മീനു ചിണുങ്ങലോടെ അവൻ്റെ കഴുത്തിൽ മുറുക്ക പിടിച്ചു. പതിയെ ആ മീശ മുകളിലേക്ക് പിരിച്ചു വച്ചു. ഇപ്പോൾ കാണാൻ ഒരു ഗുണ്ടേ പോലുണ്ട്. മീനു കുസൃതിയോടെ കവളിൽ അമർത്തിമുത്തി. മനോജിൻ്റെ കണ്ണുകളിൽ അപ്പോൾ പ്രണയം അലതള്ളി. കാണാൻ മാത്രമല്ല, വേണമെങ്കിൽ അത്യാവശ്യം തല്ലുപൊളിത്തരം കയ്യിലുണ്ട്. എന്തേ? പറയുന്നതോടൊപ്പം അവളെ നിലത്തേക്ക് വെച്ചു മനോജ്. കൈവരിയിൽ കൈ ചേർത്തവൾ മാനത്തേക്ക് നോക്കി നിന്നു. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റാ. മനോജിൻ്റെ നിശ്വാസം കഴുത്തിടുക്കിൽ പതിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അതിന്? അവളുടെ മുഖം ചുവന്നു പോയി. അതിനൊന്നും ഇല്ലേ? ഇല്ലേ? കൈകൾ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞു മനോജ്. ഇരുവരുടെയും നോട്ടം മുകളിലെ തെളിഞ്ഞ ചന്ദ്രനിലേക്കാണ്. ചെറുതായിട്ട് നമുക്കും ആഘോഷിക്കാമെന്നേ. അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞു വീണു. അപ്പോഴേക്കും അവളിൽ കുസൃതി കാട്ടി തുടങ്ങിയിരുന്നു അവൻ. പാൽ ഗ്ലാസുമായി പതിയെ അകത്തേക്ക് കയറി വാതിലടച്ചു വരും. ചുറ്റും നോക്കുമ്പോൾ അജയനെ എവിടെയും കാണുന്നില്ല. മിക്കവാറും ബാൽക്കണിയിലുണ്ടാവും. അവൾ ആ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പതിയെ ബാൽക്കണിയിലേക്ക് ചെന്നു. അജയൻ മുൻപ് ഈ വീട്ടിൽ നിന്നപ്പോൾ കിടന്ന അതേ മുറിയിലാണ് മീനു അലങ്കാരപ്പണികളൊക്കെ നടത്തിയിരിക്കുന്നത്. മുല്ലമുട്ടും മുറ്റത്തെ ചെമ്പകമരത്തിലെ ചെമ്പകവും കട്ടിലിൽ വിതറിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ മണമാണ് മുറി നിറയെ. പണ്ട് ഈ മുറിയിൽ വച്ചാണ് ആദ്യമായി അജയനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഈ മുറിയിൽ വച്ചാണ് ആളോട് ആദ്യമായി അധികാരത്തോടെ സംസാരിച്ചത് അത്രേ.
ഈ മുറിയിൽ നിന്നാണ് മനോജേട്ടൻ തങ്ങളെ രണ്ടാളെയും പൊക്കിയത്. ഓർക്കവേ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പതിയെ ബാൽക്കണിയിൽ ചെന്ന് നോക്കുമ്പോൾ ആ വൃത്തികെട്ട മണം ആദ്യം അനുവിന് കിട്ടിയത്. അവളുടെ പുരികം ചുളിഞ്ഞു. അവിടെ ആകെ ഇരുട്ടാണ്. ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇട്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ അജയനൊരു ഓരത്തിരുന്നുകൊണ്ട് പുകവലിക്കുകയാണ്. അവനാണെങ്കിൽ അനുവിനെ കണ്ടിട്ടുമില്ല. പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഞെട്ടലോടെ ചുറ്റും നോക്കുവാണ്. അജയൻ്റെ കയ്യിലെ സിഗരറ്റ് ഊറ്റി കണ്ടതും അനുവിൻ്റെ കാലിൽ നിന്നൊരു ബാധയങ്ങ് അരച്ചു കയറി. അജേട്ടാ! അവൾ അവന് നേരെ അലറി. അജയൻ പരിങ്ങലോടെ പെട്ടെന്ന് തന്നെ സിഗരറ്റ് കുറ്റി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവളെ നോക്കി പിടിക്കപ്പെട്ടവനെ പോലെ ഒരു വളിച്ച ചിരി. ഏത് നേരത്താണ് ഈശ്വര ഇയാളെപ്പോലെ ഒരുത്തരെ കെട്ടാൻ തോന്നിയത്? അവൾ ആകെ വിറച്ചു. ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറുന്നതിനോടൊപ്പം ബാൽക്കണിയുടെ ഡോറും വലിച്ചടച്ച് കുറ്റിയിട്ടു. എടി എടി പോവല്ലേ, ഞാനിവിടെ ഒറ്റക്കാവില്ലേ? അജയൻ മുണ്ടു മടക്കി കുത്തിച്ചെന്ന് ഡോറ് തട്ടി നോക്കി. എവിടെ ഒരനക്കോ ഇല്ല. ഫസ്റ്റ് നൈറ്റ് പുറത്തു കിടന്ന് ആഘോഷിച്ചാൽ മതി, കൂട്ടിൽ കൊതുകും ഉണ്ടാവും. അവളുടെ അലർച്ച കേട്ടതും അവൻ ഏത് നേരത്താണോ ഒന്ന് വലിക്കാൻ തോന്നിയതെന്ന് വിചാരിച്ചുകൊണ്ട് തലയ്ക്കും കൈ കൊടുത്ത് നിലത്തേക്കിരുന്നു. ഇന്ന് പോയിട്ട് വിശേഷമൊന്നും എൻ്റെ ഭാര്യ പറഞ്ഞില്ലല്ലോ. രാത്രി അത്താഴവും കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കിക്കിടത്താൻ റൂമിലേക്ക് വന്നപ്പോൾ അരികിൽ തന്നെ ഫോണും നോക്കി സെയ്തു കിടക്കുന്നുണ്ട്. ശ്രീയെ കണ്ടതും അവൻ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ആ ശ്രീകാന്ത് വിളിപ്പിച്ചിരുന്നു. അയാൾക്ക് നല്ല തല്ലിൻ്റെ കുറവുണ്ട്. അവൾ കുഞ്ഞിന് വേണ്ടി അമ്മ കെട്ടിക്കൊടുത്ത് തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി പതിയെ ആട്ടുന്നതിനിടയിൽ പറഞ്ഞു. അത് കേൾക്കെ സേതുവിൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? ഗൗരവത്തോടെ അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. അവൻ എന്നെ എന്നും കാണണം പോലും. തമാശയായിട്ടാണ് ശ്രീ പറഞ്ഞത്. പക്ഷേ അത് കേട്ടതും സേതുവിൻ്റെ മുഖം മാറി. പന്ന മുൻ അവന് കിട്ടിയതൊന്നും മതിയായില്ല എന്നാ തോന്നുന്നത്. സേതു പല്ല് ഞെരിച്ചു. അത് കേൾക്കെ ശ്രീക്ക് ചിരി വന്നു പോയി. പോട്ടെ സേതുട്ടാ, എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാന്നേ. അവൾ കുഞ്ഞുറങ്ങിയെന്ന് കണ്ടതും പുഞ്ചിരിയോടെ അവൻ്റെ അരികിൽ വന്നിരുന്നു. അവളുടെ സന്തോഷത്തോടെയുള്ള മുഖം കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം പതിയെ അടങ്ങി. വാ കിടക്കാം. അവൻ ലൈറ്റ് അണച്ചൊരോരത്തായി കിടന്നു. സൈഡിലേക്ക് ഒതുങ്ങി അവളും. ഇരുവർക്കും ഇടയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ഈ ബുധനാഴ്ച ഞാൻ അനുശേഷൻ്റെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചോറൂണിന് ഗുരുവായൂർക്ക് പോണ്ടേ? അവൻ തന്നെയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. അവൾ വെറുതെ ഒന്ന് മൂളിയെങ്കിലും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവി, അവൾക്കിപ്പോൾ വലിയ സന്തോഷം തോന്നുമായിരിക്കും. നിനക്കന്നത്തേക്ക് ഡേറ്റ് ഒന്നും ആവില്ലല്ലോ? അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ ആകെ ഒന്ന് പതറി. കാര്യം ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിലും തങ്ങൾ രണ്ടുപേരും ഇതുവരെ അതുപോലുള്ള ഒരു സാഹചര്യത്തിലൊന്നും കടന്നു പോയിട്ടില്ല. പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിക്കുമെന്ന് കരുതിയില്ല. ഇല്ല. ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി ശ്രീബാല. വീണ്ടും ഇരുവർക്കിടയിൽ മൗനം മാത്രം. എടിയേ, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു എന്ന് കരുതി ഞാൻ നിന്നെ പിടിച്ചു തിന്നൊന്നുമില്ല കേട്ടോ. ആളുടെ ശബ്ദത്തിൽ നേരിയ കുസൃതി അറിഞ്ഞതും ഹൃദയം വീണ്ടും വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ഓ അല്ലേ വേണ്ട, എന്തിനാ പറഞ്ഞു തീരും മുമ്പേ അവളുടെ കൈകൾ ആ വയറിൽ അമരുന്നത് അവൻ അറിഞ്ഞു. ആ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ആ കൈകൾക്ക് മുകളിൽ പതിയെ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു. പതിയെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു.